ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ജൂനിയർ ജിയോ ഫിസിക്സ് എക്സാമിന് കേരള PC എക്സാം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് മേജർ അയോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ? ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിന് കാരണമായ മേജർ അയൺ ഏതാണെന്നാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കാൽസ്യം. എന്താണ്? കാൽസ്യം. എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രൗണ്ട് വാട്ടറിലെ ഹാർഡ്നെസ് വരാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് കാൽസ്യം അയോൺസ് ആണ്. ഇത് ചുണ്ണാമ്പ് കല്ല് പോലുള്ള റോക്സിൽ നിന്നും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യപ്പെടുന്നു. കാൽസ്യത്തിനെ കൂടാതെ മഗ്നീഷ്യവും അതിന് കാരണമാകാറുണ്ട്, ഹാർഡ്നെസ്സിന് കാരണമാകാറുണ്ട്. പക്ഷെ നമ്മുടെ ഓപ്ഷൻസിൽ ഏതില്ല, മഗ്നീഷ്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡൗട്ടില്ലാതെ തന്നെ കാൽസ്യം എന്നുള്ളത് ടിക്ക് ചെയ്യാം. ഈ അയോൺസ് കൂടുതലായി ഉണ്ടെങ്കിൽ അത് സോപ്പ് പതയാൻ തടസ്സമുണ്ടാക്കും. കൂടാതെ പൈപ്പിൽ വൈറ്റ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാകും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇത് കാൽസ്യം. അപ്പം ഹാർഡ്നെസ്സിന് കാരണമാകുന്നത് എന്ന് കേട്ടാൽ കാൽസ്യം ആണെന്ന് ഓർത്തിരിക്കുക. കാൽസ്യവും മഗ്നീഷ്യവും. ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് ഡിസ്കസ് ചെയ്യാം. TDS സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് TDS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. TDS എന്ന് പറയുന്നത് വാട്ടറിൽ പൂർണ്ണമായി ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഒരു ഇനോർഗാനിക് സാൾട്സിൻ്റെയും അതുപോലെ തന്നെ ഓർഗാനിക് മാറ്ററിൻ്റെ ആകെ അളവാണ്. ഇതിൽ പ്രധാനമായിട്ടും കാൽസ്യം, മഗ്നീഷ്യം, സോഡിയം, കാർബണേറ്റ്സ്, ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് പോലുള്ള അയോൺസുകളാണ് ഉണ്ടാവുക. TDS വാല്യൂ കൂടുമ്പോൾ വെള്ളത്തിനൊരു പ്രത്യേക ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് കുടിക്കാൻ കൊള്ളാത്തതാകാം. ഡ്രിങ്കിങ് വാട്ടറിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള TDS ലിമിറ്റ് സാധാരണയായിട്ട് 500 mg/L ആണ്. എത്രയാണ്? 500 mg/L. ഓക്കെ, അപ്പോൾ എന്താണ് TDS എന്ന് പറയുന്നത്? ടോട്ടൽ ഡിസോൾവ്ഡ് സാൾട്ട്സ്. അപ്പം TDSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ടോട്ടൽ ഡിസോൾവ്ഡ് സാൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ സലൈനിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടർ? ഗ്രൗണ്ട് വാട്ടറിൻ്റെ സലൈനിറ്റി നോക്കാനായിട്ട് നമ്മൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ഗ്രൗണ്ട് വാട്ടറിലെ സലൈനിറ്റി അഥവാ ഉപ്പിൻ്റെ അളവ് മെഷർമെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെയിൻ പാരാമീറ്റർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. EC എന്ന് പറയും, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. വെള്ളത്തിൽ അയോൺസ് കൂടുതലുണ്ടെങ്കിൽ അത് ഇലക്ട്രിസിറ്റിയെ നന്നായി കണ്ടക്ട് ചെയ്യും. അപ്പോൾ EC വാല്യൂ കൂടുതലായിരിക്കും. അതുകൊണ്ട് EC വാല്യൂവും സലൈനിറ്റിയും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. EC മെത്തഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സലൈനിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ഫ്ലൂറൈഡ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ആസ് പെർ BIS ഈസ്. BIS എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം ഡ്രിങ്കിങ് വാട്ടറിൽ ഫ്ലൂറൈഡ് കണ്ടന്റിന്റെ അളവെന്ന് പറയുന്നത് ഏകദേശം 1.5 mg/L ആണ്. എത്രയാണ്? 1.5 mg/L വരെ മാത്രമേ അനുവദിക്കാവൂ. ഈ ലിമിറ്റിൽ കൂടുതലായാൽ ദന്തൽ ഫ്ലൂറോസിസ്, പല്ലുകളിൽ പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്കെലിറ്റൽ ഫ്ലൂറോസിസ്, അസ്ഥികൾക്ക് ബലക്കുറവ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ ഫ്ലൂറൈഡ് തീരെ ഇല്ലാത്ത വെള്ളം കുടിക്കുന്നതും പല്ലുകൾക്ക് ദോഷകരമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് എലമെന്റ് യൂസസ് ബ്ലൂ ബേബി സിൻഡ്രോം വെൻ പ്രസന്റ് ഇൻ എക്സസ് ഇൻ ഗ്രൗണ്ട് വാട്ടർ? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് ബ്ലൂ ബേബി സിൻഡ്രോമിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഗ്രൗണ്ട് വാട്ടറിൽ നൈട്രേറ്റ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും അത് പ്രത്യേകിച്ച് കുട്ടികൾ, ഇൻഫാൻസ് ഉണ്ടല്ലോ, ഇൻഫാൻസിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് കുറയ്ക്കും. അത് കാരണം നൈട്രേറ്റ് ശരീരത്തിൽ നൈട്രൈറ്റ് ആയിട്ട് മാറും. നൈട്രേറ്റ് എന്തായിട്ട് മാറും? നൈട്രൈറ്റ് ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിനെ എന്തായിട്ട് മാറ്റും? മിഥമോഗ്ലോബിൻ ആയിട്ട് മാറ്റും. മനസ്സിലായോ? മിഥമോഗ്ലോബിനാക്കി മാറ്റും. മിഥമോഗ്ലോബിൻ ഓക്സിജനെ ക്യാരി ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ അവസ്ഥയാണ് നമ്മൾ ബ്ലൂ ബേബി സിൻഡ്രോം, അല്ലെങ്കിൽ മെഡിക്കലായി മിഥമോഗ്ലോബിൻ, അതിന് ആ ഒരു സിൻഡ്രോമിന് വേറൊരു പേര് പറയും. അതെന്ന് പറയുന്നത് അതായത് മിഥമോഗ്ലോബിനിമിയ എന്നാണ് പറയുന്നത്. മിഥമോഗ്ലോബിനിമിയ. ഓക്കെ, 10 mg/L കൂടുതൽ നൈട്രേറ്റ് ഉള്ള വെള്ളം ഇൻഫാൻസിന് കൊടുക്കാൻ പാടില്ല, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്?
ബ്ലൂ ബേബി സിൻഡ്രോമിന് കാരണമായിട്ടുള്ളത് നൈട്രേറ്റ് ആണ് കേട്ടോ. ആൻസർ എന്താണ്? നൈട്രേറ്റ്. Question number 6. Which rock type most commonly contributes calcium to groundwater? അതായത് ഏത് റോക്ക് ടൈപ്പാണ് ഗ്രൗണ്ട് വാട്ടറിലേക്ക് കൂടുതൽ കാൽസ്യം എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ലൈംസ്റ്റോൺ ആണ്. ഗ്രൗണ്ട് വാട്ടറിൽ കാൽസ്യം അയോൺസ് സപ്ലൈ ചെയ്യുന്ന മോസ്റ്റ് കോമൺ റോക്കാണ് ലൈംസ്റ്റോൺ. ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് കെമിക്കൽ ഫോമുലയായിട്ടായിരിക്കാം ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. CaCO3. ഓക്കെ, അപ്പോൾ ലൈംസ്റ്റോൺ ആണ് ആൻസർ. കാൽസ്യം അയോൺസ് സപ്ലൈ ചെയ്യുന്ന മോസ്റ്റ് കോമൺ റോക്ക്. വെള്ളം ഈ ലൈംസ്റ്റോൺ ഡെപ്പോസിറ്റിലൂടെ ഒഴുകുമ്പോൾ അതിലുള്ള കാർബോണിക് ആസിഡ് കാരണം CaCO3 ഡിസോൾവ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടറിൽ കലരുന്നു. ഈ പ്രോസസ്സിലൂടെയാണ് വെള്ളത്തിൽ എന്തുണ്ടാകുന്നത്? ഹാർഡ്നെസ് കൂടി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് അയോൺസ് ഈസ് നോട്ട് ടിപ്പിക്കലി റെസ്പോൺസിബിൾ ഫോർ ഗ്രൗണ്ട് വാട്ടർ സലൈനിറ്റി? അപ്പം താഴെ കുറച്ച് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗ്രൗണ്ട് വാട്ടർ സലൈനിറ്റിക്ക് കാരണമാകാത്തത് ഏതെന്നാണ് ചോദ്യം. ഗ്രൗണ്ട് വാട്ടറിലെ സലൈനിറ്റി സാധാരണയായിട്ട് സോഡിയം, ക്ലോറൈഡ്, സൾഫേറ്റ്, മെഗ്നീഷ്യം, കാൽസ്യം ഇതൊക്കെ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഫോസ്ഫേറ്റ് സാധാരണ ഗ്രൗണ്ട് വാട്ടറിൽ വളരെ സ്മോൾ എമൗണ്ടിൽ മാത്രമേ കാണാറുള്ളൂ കേട്ടോ. ഇത് ഫെർട്ടിലൈസേഴ്സ് പോലുള്ള സോഴ്സിൽ നിന്ന് വരാമെങ്കിലും സലൈനിറ്റിയുടെ പ്രധാന കാരണം നമുക്കൊരിക്കലും ഫോസ്ഫേറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉള്ള ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോസ്ഫേറ്റ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നോർമൽ pH റേഞ്ച് ഓഫ് നാച്ചുറൽ ഗ്രൗണ്ട് വാട്ടർ? നാച്ചുറൽ ഗ്രൗണ്ട് വാട്ടറിൻ്റെ നോർമൽ pH റേഞ്ച് എത്രയെന്നാണ് ചോദ്യം. ആൻസർ കാണാമല്ലോ, 6.5 to 8.5 ആണ്. നാച്ചുറൽ ഗ്രൗണ്ട് വാട്ടറിൻ്റെ നോർമൽ pH റേഞ്ച് 6.5 to 8.5. ഇത് ന്യൂട്രലായി 7നോട് അടുത്ത് നിൽക്കുന്ന ഒരു റേഞ്ച് ആണ് അല്ലേ. pHൻ്റെ ന്യൂട്രൽ വാല്യൂ ആണ് 7. 7ൽ താഴെയാണെങ്കിൽ നമ്മൾ വാട്ടർ എന്താണെന്ന് പറയും? അസിഡിക് ആണെന്ന് പറയും അല്ലേ. pH 7ൽ കൂടുതലാണെങ്കിൽ ആൽക്കലൈൻ ആയിരിക്കും ആണെന്നും പറയുന്നു. ഈ റേഞ്ചിൽ നിന്ന് മാറുമ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയെയും അത് ഉപയോഗിക്കുന്നതിൻ്റെ സേഫ്റ്റിയും ഒക്കെ അതെന്ത് ചെയ്യും? ബാധിക്കും. അപ്പോൾ എന്താണ്? 6.5 to 8.5 വരെ നാച്ചുറൽ ഗ്രൗണ്ട് വാട്ടറിന് pHൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെയാണ്. സേഫ് റേഞ്ചിലാണുള്ളത്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടെസ്റ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ക്ലാസിഫൈ ഗ്രൗണ്ട് വാട്ടർ ഫോർ ഇറിഗേഷൻ? അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് സാർ. സാറെന്ന് വെച്ചാൽ എന്താണ്? സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ. ആൻസർ സാറാണ്, സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ. അത് ശ്രദ്ധിക്കണം കേട്ടോ. അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും രണ്ടും രണ്ടാണ്. ഇവിടെ നമ്മുടെ എന്താണ്? അഡ്സോർപ്ഷനാണ്. സോഡിയം അഡ്സോർപ്ഷൻ റേഷ്യോ ആണ് അത് നോക്കുന്നത്. ഇറിഗേഷൻ വാട്ടറിൻ്റെ സ്യൂട്ടബിലിറ്റി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന പാരാമീറ്ററാണ് സാർ, സോഡിയം അഡ്സോർപ്ഷൻ റേഷ്യോ. ഇത് വെള്ളത്തിൻ്റെ സോഡിയത്തിൻ്റെ അളവിനെ കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും അളവുമായി താരതമ്യം ചെയ്യുന്നു. ഹൈ സാർ ഉള്ള വെള്ളം ഉപയോഗിച്ചാൽ അത് സോയിൽ സ്ട്രക്ചർ തന്നെ നശിപ്പിക്കും. എന്നിട്ട് മണ്ണിൽ സോഡിയം അടിഞ്ഞുകൂടി സോയിലിനെ പെർമിയബിലിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് കാരണം പ്ലാന്റ് ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പാർട്ടിക്കിൾസ് അതിൻ്റെ സർഫസിൽ മാത്രമായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്നുള്ള വ്യത്യാസം. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ സർഫസിൽ മാത്രമായിരിക്കും പാർട്ടിക്കിൾ അറ്റാച്ച്ഡ് ആയിട്ട് വരിക. അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കാസസ് ടെമ്പററി ഹാർഡ്നെസ് ഇൻ വാട്ടർ? എന്താണ് ആൻസർ? ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം. കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയൊക്കെ ബൈകാർബണേറ്റ്സ് ആണ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമാകുന്നത്. ടെമ്പററി ഹാർഡ്നെസ് പ്രധാനമായും വരുന്നത് കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്സ് കാരണമാണ്. ഓക്കെ, ഈ ഹാർഡ്നെസ്സിനെ ടെമ്പററി എന്ന് പറയാൻ കാരണം വെള്ളം ബോയിൽ ചെയ്തില്ല, നമ്മൾ തിളപ്പിക്കും. ഈ ബൈകാർബണേറ്റ്സ് ഡീകമ്പോസ് ചെയ്ത് കാർബണേറ്റ്സ് ആവും. അങ്ങനെ വരുമ്പോൾ ഇത് വെള്ളത്തിൽ ഇൻസൊല്യൂബിൾ ആയതുകൊണ്ട് അവ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അടിയുകയും ചെയ്യും. ഈ പ്രോസസ്സിലൂടെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം. ഇതിനെയാണ് സിമ്പിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ്നെസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ബോയിലിങ്ങിലൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയാം. പെർമനന്റ് ഹാർഡ്നെസ്സിന് ഒരിക്കലും നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് ബോയിലിങ്ങിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. ഗ്രൗണ്ട് വാട്ടർ വിത്ത് TDS above 10,000 mg/L is classified as? ആൻസർ ബ്രൈൻ ആണ്. അതായത് ഗ്രൗണ്ട് വാട്ടറിൽ TDS എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ് ആണ്. അപ്പം 10,000 mg/L കൂടുമ്പോൾ അതിനെ ബ്രൈൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ബ്രൈൻ ആണ് മോസ്റ്റ് സലൈൻ ടൈപ്പ് ഓഫ് വാട്ടർ. ഇത് സാധാരണയായി ഇൻഡസ്ട്രിയൽ ഓർ ഡീപ്പ് സലൈൻ സോഴ്സിലൊക്കെയാണ് കാണുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് അയോൺ ഇൻ എക്സസ് ക്യാൻ കാസ് ഡെന്റൽ ആൻഡ് സ്കെൽറ്റൽ ഫ്ലൂറോസിസ്? ആൻസർ
ഫ്ലൂറൈഡ്. നേരത്തെ ഒരു കണ്ടക്സ്ലി സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, വേറൊരു ഫോർമാറ്റിലാണെന്ന് മാത്രം. ഗ്രൗണ്ട് വാട്ടറിൽ ഫ്ലൂറൈഡ് ലെവൽ കൂടുതലായാൽ ദന്തൽ ഫ്ലൂറോസിസും അതുപോലെ സ്കെൽറ്റൽ ഫ്ലൂറോസിസും ഒക്കെ വരാം. BIS സ്റ്റാൻഡേർഡ് പ്രകാരം അതിൻ്റെ സേഫ്റ്റി ലിമിറ്റ്, നേരത്തെ നമ്മൾ സേഫ്റ്റി ലിമിറ്റാണ് പറഞ്ഞത് അല്ലേ, 1.5 mg/L വരെയാണ്. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ സോഴ്സ് ഓഫ് ആഴ്സനിക് ഇൻ ഗ്രൗണ്ട് വാട്ടർ? ഗ്രൗണ്ട് വാട്ടറിൽ ആഴ്സനിക് എവിടെ നിന്നാണ് വരുന്നത്? ലീച്ചിങ് ഫ്രം റോക്സ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് വാട്ടറിൽ ആഴ്സനിക് വരുന്നത് മോസ്റ്റ്ലി നാച്ചുറൽ റോക്സിൽ നിന്നുള്ള ലീച്ചിങ് മൂലമാണ്. ഇതിനെയാണ് നമ്മൾ ജിയോജനിക് സോഴ്സ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഡിസ്ചാർജ് അല്ല എങ്കിലും ഇതൊരു ഡേഞ്ചറസ് കണ്ടാമിനേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ് ഇൻഡിക്കേറ്റ്സ് ഓർഗാനിക് പൊല്യൂഷൻ ഇൻ ഗ്രൗണ്ട് വാട്ടർ? ആൻസർ BOD, അതായത് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ് BOD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. BOD ആണ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിന്റെ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാരാമീറ്റർ. ഹൈ BOD ആണെങ്കിൽ ഓർഗാനിക് പൊല്യൂഷൻ കൂടിയിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹൈ BOD ആണെങ്കിൽ ഓർഗാനിക് പൊല്യൂഷൻ എങ്ങനെയായിരിക്കും? കൂടിയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ പോയിന്റ് സോഴ്സ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ? നോൺ പോയിന്റ് സോഴ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ നിന്നല്ലാതെ സ്പ്രെഡായി വരുന്ന പൊല്യൂഷനെയാണ്. അഗ്രികൾച്ചറൽ റൺ ഓഫ് നിന്നുള്ള ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഇവ ഗ്രൗണ്ട് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ എന്തായിട്ട് വന്നത്? അഗ്രികൾച്ചറൽ റൺ ഓഫ്. നോൺ പോയിന്റ് സോഴ്സ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ അഗ്രികൾച്ചറൽ റൺ ഓഫ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ദ കളർ ഇൻ ഗ്രൗണ്ട് വാട്ടർ ഇസ് മെയിൻലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്, എന്തിന്റെ പ്രസൻസ് കൊണ്ടാണ്? The color in the groundwater is mainly due to the presence of iron and manganese ആണ് കേട്ടോ. ഗ്രൗണ്ട് വാട്ടറിൽ കാണുന്ന കളറേഷന് കാരണം അയൺ, മാംഗനീസ്. അതിൻ്റെ സിമ്പിൾ അറിയാലോ, Fe ആണ്. മാംഗനീസ് എന്ന് പറയുന്നത് Mn ആണ്. ഇവയുടെ സാന്നിധ്യമുള്ളപ്പോൾ വാട്ടറിന് റെഡിഷ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് പ്രോപ്പർട്ടി ഓഫ് ഗ്രൗണ്ട് വാട്ടർ അഫക്ട്സ് കൊറോസീവ്നെസ്? കൊറോസീവ്നെസ് അഫക്റ്റ് ചെയ്യുന്ന ഏത് പ്രോപ്പർട്ടി ആണെന്നാണ് ചോദ്യം. ഗ്രൗണ്ട് വാട്ടറിൻ്റെ കൊറോസീവ്നെസ് അഥവാ മെറ്റൽ പൈപ്സിലേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത അതിൻ്റെ pH ലെവൽ അനുസരിച്ചാണ്. ലോ pH ആണെങ്കിൽ വാട്ടർ മോർ അസിഡിക് ആകും, അതിനാൽ മോർ കൊറോസീവ് ആയിരിക്കും. അപ്പോൾ pH ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ pH ലെവൽ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ അസിഡിക് ആകുന്നതിനനുസരിച്ച് അത് കൊറോസീവ് ആവാനുള്ള സാധ്യത എന്തായിട്ട് വരും? കൊറോസീവ് ആവാനുള്ള സാധ്യത കൂടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. ബ്രാക്കിഷ് വാട്ടർ കണ്ടെയ്ൻസ് TDS ബിറ്റ്വീൻ ടോട്ടൽ ഡിസോൾവ്ഡ് സോൾട്സ് ബിറ്റ്വീൻ, എന്താണ് ബ്രാക്കിഷ് വാട്ടർ? അതിനെ പറ്റിയാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിനും അതുപോലെ സൈലന്റ് വാട്ടറിനും ഇടയിലുള്ള ഒരു കാറ്റഗറിയാണ്. ഇതിൻ്റെ TDS 1000 മുതൽ 10,000 വരെ ആയിരിക്കും. ഓക്കെ, 1000 to 10,000. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അത്രയും mg/L അതാണ് ഓർത്തിരിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് എലമെന്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ ഗ്രൗണ്ട് വാട്ടർ നിയർ മൈനിങ് ഏരിയാസ്? നമ്മളിങ്ങനെ മൈൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഏരിയയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്താണെന്നാണ്? മെർക്കുറി. മൈനിങ് ഏരിയാസിലുള്ള ഗ്രൗണ്ട് വാട്ടറിൽ മെർക്കുറി HG കണ്ടാമിനേഷൻ സാധാരണയായിട്ട് കാണാറുണ്ട്. ഒരു ടോക്സിക് എലമെന്റ് ആണ് മെർക്കുറി. അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ വളരെ സീരിയസ് ആയി എഫക്ട് ചെയ്യുന്നതുമാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ വളരെ കൂടുതലായിട്ട് മൈൻ ചെയ്യുമ്പോൾ അവിടെ ബാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മെർക്കുറിയുടെ പോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള എലമെന്റ്സിന്റെ പ്രസൻസ് വരുന്നത് കൊണ്ടാണ് അവിടെ അങ്ങനെ ബാനും കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ട്രീറ്റിംഗ് ഫ്ലൂറൈഡ് കണ്ടാമിനേറ്റഡ് ഗ്രൗണ്ട് വാട്ടർ? ഫ്ലൂറൈഡ് വെച്ച് കണ്ടാമിനേറ്റഡ് ആയപ്പെട്ട ഗ്രൗണ്ട് വാട്ടർ ആണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സ് ഓസ്മോസിസ്. ഫ്ലൂറൈഡ് ലെവൽ കുറയ്ക്കാനുള്ള മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ബോയിലിംഗ് ഓർ ഫിൽട്രേഷൻ ഫ്ലൂറൈഡിനെ റിമൂവ് ചെയ്യില്ല. എന്നാൽ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയ വഴി ഫ്ലൂറൈഡ് അയോൺസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ റിവേഴ്സ് ഓസ്മോസിസ് ആണ് ഫ്ലൂറൈഡ് കണ്ടാമിനേഷൻ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത്. Question number 21. Which groundwater parameter is most important for boiler feed water in industries? അപ്പം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ഇൻഡസ്ട്രീസിൽ ബോയിലർ ഫീഡ് വാട്ടറിന് ഏറ്റവും പ്രധാനമായ പാരാമീറ്ററാണ് അതിൻ്റെ ഹാർഡ്നെസ്. ബോയിലേഴ്സിൽ വെള്ളം ചൂടാക്കുമ്പോൾ ഹാർഡ് വാട്ടർ ആണെങ്കിൽ സ്കെയിൽ ഫോർമേഷൻ ഉണ്ടാവും. ഇത് ബോയിലറിൻ്റെ എഫിഷ്യൻസി കുറയുകയും കൊറോഷൻ ഉണ്ടാവുകയും ചെയ്യും. അവസാനം ബോയിലറിന് കേടുപാടുകൾ വരെ സംഭവിക്കും. അതുകൊണ്ട് ലോ ഹാർഡ്നെസ് ഉള്ള വാട്ടറാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ്നെസ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഹൈ അയൺ കണ്ടന്റ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ കാസസ്. ഡ്രിങ്കിങ് വാട്ടറിൽ അയൺ കൂടുതലായാൽ വാട്ടറിന് റെഡിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് സ്റ്റെയിൻസ് വരും നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ. അപ്പോൾ അതുപോലെ യൂട്ടൻസിൽസിലും പ്ലംബിംഗ് ഫിക്സ്ചേഴ്സിലൊക്കെ ഇത് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ വെള്ളത്തിനൊരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാകും. ഇത് കുടിക്കാൻ അൺപ്ലസൻ്റ് ആയിരിക്കും. ഇത് പൈപ്പ് ക്ലോഗിങ്ങിനും അതുപോലെ കാരണമാകാറുണ്ട്. ഹെൽത്തിന് അത്ര ദോഷകരമല്ലെങ്കിലും വാട്ടറിൻ്റെ ക്വാളിറ്റി ഇതെന്ത് ചെയ്യും? ബാധിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? സ്റ്റെയിനിങ് ആൻഡ് മെറ്റാലിക് ടേസ്റ്റ്. ഹൈ അയൺ കണ്ടന്റ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ എന്തിന് കാരണമാകുന്നു? സ്റ്റെയിനിങ്ങിനും അതുപോലെ തന്നെ മെറ്റാലിക് ടേസ്റ്റിനും കാരണമാകുന്നു.
അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർഡ് സേഫ് ഫോർ ഡ്രിങ്കിങ് വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ്? ഫ്രഷ് വാട്ടർ വിത്ത് ലോ TDS ആണ് കേട്ടോ. അതായത് ലോ TDS, ടോട്ടൽ ഡിസോൾഡ് സോൾട്സ് ലോ ആണെങ്കിലുള്ള ഫ്രഷ് വാട്ടർ ആണ് സാധാരണയായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ കുടിക്കാൻ നമുക്ക് സേഫ് ആയിട്ട് കുടിക്കാൻ പറ്റുന്നത്. TDS ലെസ് ദാൻ 500 mg/L ആണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നത് BIS പോലുള്ള സ്റ്റാൻഡേർഡ് ഡ്രിങ്കിങ് ക്വാളിറ്റി വാട്ടറിന് ആവശ്യമായ ഒരു ലിമിറ്റാണ്, 500-ൽ താഴെ എന്നുള്ളത്. അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന mg/L ആണെങ്കിൽ ഇതിൽ ഡിസോൾഡ് അയോൺസിൻ്റെ അളവ് കുറവായതുകൊണ്ട് മറ്റ് കണ്ടാമിനേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ് ഇൻഡിക്കേറ്റ്സ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഇൻ ഗ്രൗണ്ട് വാട്ടർ? അതെന്ന് പറയുന്നത് ഓക്കെ, ടോട്ടൽ ഹാർഡ്നസ് നൈട്രേറ്റ് ലെവൽ, ടോട്ടൽ കോളിഫോം കൗണ്ട്, അതുപോലെ EC വാല്യൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ കോളിഫോം കൗണ്ട് ആണ്. അത് ഉപയോഗിച്ച വാട്ടറിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് കോളിഫോം ബാക്ടീരിയ ഗ്രൗണ്ട് വാട്ടറിൽ സാധാരണയായിട്ട് കാണില്ല. അതിനാൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം CHൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഹ്യൂമൻ ആനിമൽ വേസ്റ്റിൽ നിന്നോ ഒക്കെ ഉള്ള കണ്ടാമിനേഷൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. ഹൈ കോളിഫോം കൗണ്ട് ആണെങ്കിൽ വാട്ടർ കുടിക്കാൻ അൺസേഫ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പം തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സിൽ ഏതാണ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ? അത് കേടാകാനുള്ള കാരണം മൈക്രോബിയൽ ആയിട്ടുള്ള കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എന്ത് കൗണ്ടാണ്? കോളിഫോം ബാക്ടീരിയയുടെ കൗണ്ടാണ്. അതാണ് ടോട്ടൽ കോളിഫോം കൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 26. വിച്ച് സോൺ ഡയറക്ട്ലി കോൺട്രിബ്യൂട്ട്സ് വാട്ടർ ടു എ വെൽ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിനകത്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഏത് സോണാണ്? ഫുള്ള് വാട്ടർ കണ്ടന്റുള്ള സാച്ചുറേറ്റഡ് സോണിൽ നിന്ന് തന്നെയാണ് ഗ്രൗണ്ട് വാട്ടറിലേക്ക് വാട്ടർ എന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്. വെള്ളിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്നത് സാച്ചുറേറ്റഡ് സോണിൽ നിന്നാണ്. ഇത് അക്വിഫർ സോൺ എന്നും അറിയപ്പെടുന്നു. ഈ സോണിൽ, അതായത് സാച്ചുറേറ്റഡ് സോണിൻ്റെ അക്വിഫർ സോണിലാണ് ശരിക്കും അത് സ്റ്റോർ ചെയ്യും, അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുകയും ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നത് അല്ലേ? ഈ സോണിൽ റോക്സിൻ്റെയും സോയിലിൻ്റെയും പോർസ് പൂർണ്ണമായും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കും. അൺസാച്ചുറേറ്റഡ് സോണിൽ എയറും വാട്ടറും ഉണ്ടായിരിക്കും. എന്നാൽ സാച്ചുറേറ്റഡ് സോണിൽ ആര് മാത്രമേ ഉണ്ടാകുള്ളൂ? വെള്ളം മാത്രമേ ഉണ്ടാകുള്ളൂ. സോഡിയം ഹസാർഡ് ഇൻ ഇറിഗേഷൻ വാട്ടർ ഇസ് മെഷേർഡ് യൂസിങ് സോഡിയം അഡ്സോർപ്ഷൻ റേഷ്യോ. സോഡിയം ഹസാർഡ് ഇൻ ഇറിഗേഷൻ വാട്ടർ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ സോഡിയം അഡ്സോർപ്ഷൻ റേഷ്യോ യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. റിവൈസ് ക്വസ്റ്റ്യൻ ആണ്. ഇറിഗേഷൻ വാട്ടറിൽ സോഡിയം ഹസാർഡ് എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന പാരാമീറ്ററാണ് സാർ. ഹൈ സാർ ആണെങ്കിൽ അത് സോഡിയം ടോക്സിറ്റിക്ക് കാരണമാകും. ഇത് സോയിൽ സ്ട്രക്ചറിനെ ഡാമേജ് ചെയ്യും, സോയിലിൻ്റെ പെർമിയബിലിറ്റി കുറയും, പ്ലാന്റ് ഗ്രോത്തിനെ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 28. വിച്ച് ഇസ് ദ ഡൊമിനൻ്റ് ആനിയോൺ ഫൗണ്ട് ഇൻ ദ മോസ്റ്റ് നാച്ചുറൽ ഗ്രൗണ്ട് വാട്ടർ? ഡൊമിനൻ്റ് അയോൺ ഏതാണ്? ബൈകാർബണേറ്റ് ആണ്. നാച്ചുറൽ ഗ്രൗണ്ട് വാട്ടറിൽ മോസ്റ്റ് കോമൺ ആനിയോൺ ആണ് ബൈകാർബണേറ്റ്. ഇത് മെയിൻലി വെതറിങ് ഓഫ് കാർബണേറ്റ്സ് റോക്സ്, അതായത് ലൈം സ്റ്റോൺ ഒക്കെ ഇല്ലേ, അത് കാരണമാണ് വാട്ടറിൽ എത്തുന്നത്. ബൈകാർബണേറ്റ് ആണ് വാട്ടറിൻ്റെ ആൽക്കലൈനിറ്റിക്ക് പ്രധാനമായിട്ടുള്ള കാരണം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29. പ്രസൻസ് ഓഫ് വിച്ച് ഗ്യാസ് ഇൻഡിക്കേറ്റ്സ് പൊല്യൂഷൻ ബൈ ഓർഗാനിക് മാറ്റർ? ഓർഗാനിക് മാറ്റർ കൊണ്ട് പൊല്യൂഷൻ ഉണ്ടാകാനായിട്ടുള്ള കാരണം ഏത് ആണെന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഹൈഡ്രജൻ സൾഫൈഡിനെ നമുക്ക് എങ്ങനെ പറയാം? H2S എന്ന് പറയാം അല്ലേ? ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസിൻ്റെ പ്രസൻസ് സാധാരണയായിട്ട് ഓർഗാനിക് പൊല്യൂഷൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. പ്രത്യേകിച്ച് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ. ഇതിന് റോട്ടൺ എക്സിൻ്റെ മണം ഉണ്ടാകും. ഈ ഗ്യാസ് ഗ്രൗണ്ട് വാട്ടറിൽ ഉണ്ടെങ്കിൽ അത് വാട്ടറിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒരു കണ്ടാമിനേഷൻ ഉണ്ട് എന്നതിൻ്റെ എന്താണ്? ആ ഒരു സൂചനയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 30. ഹൈ നൈട്രേറ്റ് ലെവൽ ഇൻ ഗ്രൗണ്ട് വാട്ടർ ആർ യൂഷ്വലി ഡ്യൂ ടു? ഗ്രൗണ്ട് വാട്ടറിൽ ഹൈ നൈട്രേറ്റ് ലെവൽസിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഫെർട്ടിലൈസർ ലീച്ചിങ് ആണ്. ഹൈ നൈട്രേറ്റ് കണ്ടന്റ് ഗ്രൗണ്ട് വാട്ടറിൽ ഉണ്ടാകുന്നത് മെയിൻലി ഫെർട്ടിലൈസേഴ്സിൽ നിന്നുള്ള ലീച്ചിങ് മുഖേനയാണ്. അഗ്രികൾച്ചറൽ ഏരിയാസിൽ ഇത് വളരെ കോമൺ ആണ്. നൈട്രേറ്റ് ഫെർട്ടിലൈസേഴ്സിൽ നിന്ന് ഒഴുകി അതെന്ത് ചെയ്യും? ഗ്രൗണ്ട് വാട്ടറിൽ എത്തിച്ചേരും. ഇതിൻ്റെ അമിതമായ അളവ് ഇൻഫൻസിൽ ബ്ലൂ ബേബി സിൻഡ്രോംസിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അടുത്തത് വിച്ച് ഡയഗ്രം ഈസ് കോമൺലി യൂസ്ഡ് ടു ക്ലാസിഫൈ ഹൈഡ്രോകെമിക്കൽ ഫേഷ്യസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ? ഫേഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് ജിയോ കെമിസ്ട്രിയിൽ നമ്മൾ ഫേഷ്യസ് എന്ന് പറയുന്ന ടൈം ഉപയോഗിക്കുന്ന ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് വാട്ടർ, അതിനെ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സ്പെസിഫിക് കെമിക്കൽ ക്യാരക്ടറിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് കേട്ടോ. വിച്ച് ഡയഗ്രം ഈസ് കോമൺലി യൂസ്ഡ് ടു ക്ലാസിഫൈ ഹൈഡ്രോകെമിക്കൽ ഫേഷ്യസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പൈപ്പർ ഡയഗ്രമാണ്. പൈപ്പർ ഡയഗ്രാം ഗ്രൗണ്ട് വാട്ടറിലെ കാറ്റയോണും ആനയോണും കോമ്പോസിഷൻ ക്ലാസിഫൈ ചെയ്യാൻ ഏറ്റവും ഉപയോഗിക്കുന്ന ഡയഗ്രമാണ് പൈപ്പർ ഡയഗ്രാം. ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഇതിലൂടെ ഒരു വാട്ടർ സാമ്പിളിൻ്റെ കെമിക്കൽ നേച്ചർ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ സോഡിയം ക്ലോറൈഡൊക്കെ വളരെ എളുപ്പത്തിൽ വാട്ടർ ടൈപ്സ് വളരെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഡയഗ്രാം എന്ത് ചെയ്യും? സഹായിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി അയൺ എക്സ്ചേഞ്ച് ഇൻ ഗ്രൗണ്ട് വാട്ടർ സിസ്റ്റംസ്? ഗ്രൗണ്ട് വാട്ടർ സിസ്റ്റത്തിൽ അയൺ എക്സ്ചേഞ്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ക്ലോറോ ആൽക്കലൈൻ ഇൻഡിസസ് ആണ് കേട്ടോ. ഗ്രൗണ്ട് വാട്ടറിൽ അയൺ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടോ എന്ന് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ക്ലോറോ ആൽക്കലൈൻ ഇൻഡെക്സ്. ഇൻഡെക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിയാൽ വെള്ളത്തിലെ എന്താണ് Na+K+ അയോൺസും അതുപോലെ തന്നെ റോക്കിലെ അത് കാൽസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം അയോൺസും ഒക്കെ തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടോ, സോഡിയം പൊട്ടാസ്യം തമ്മിൽ അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ എവല്യൂഷൻ മനസ്സിലാക്കാനായിട്ട് വളരെ പ്രധാനമാണ്. അടുത്തത് ഗിബ്സ് ഡയഗ്രാം എന്ത് ഡിറ്റർമിൻ ചെയ്യാനാണ് സഹായിക്കുന്നത് എന്നുള്ളത്. ഗിബ്സ് ഡയഗ്രാം ഉപയോഗിച്ച് ഗ്രൗണ്ട് വാട്ടറിൽ ഏത് ജിയോ കെമിക്കൽ പ്രോസസ്സാണ് പ്രധാനമായിട്ട് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത് റോക്ക് വാട്ടറിൽ ഇൻട്രാക്ഷൻ, വാപ്പറേഷൻ, പ്രസിപ്പിറ്റേഷൻ എന്നിവയിൽ ഏതാണ് വെള്ളത്തിൻ്റെ കെമിക്കൽ കോമ്പോസിഷനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ ഡയഗ്രത്തിൻ്റെ അതിൻ്റെ 3 സോൺസുകളായിട്ട് തരംതിരിച്ചാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആൻസർ? ഡൊമിനൻറ്റ് ജിയോ കെമിക്കൽ പ്രോസസ്സസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 34. എ നെഗറ്റീവ് ക്ലോറോ ആൽക്കലൈൻ ഇൻഡെക്സ് ഇൻഡിക്കേറ്റ്സ്. എന്താണ്? ക്ലോറോ ആൽക്കലൈൻ ഇൻഡെക്സ് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്രൗണ്ട് വാട്ടറിലുള്ള സോഡിയം പൊട്ടാസ്യം അയോൺസ് ഒക്കെ അക്വിഫറിലെ റോക്കിൽ നിന്നുള്ള കാൽസ്യം മഗ്നീഷ്യം അയോൺസിനൊപ്പം എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് വാട്ടറിലേക്ക് കാൽസ്യവും മഗ്നീഷ്യം ഒക്കെ വരും, അതുപോലെ സോഡിയം പൊട്ടാസ്യം ഒക്കെ റോക്കിലേക്ക് പോവുകയും ചെയ്യും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ക്ലോറോ ആൽക്കലൈൻ ഇൻഡെക്സ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അയൺ എക്സ്ചേഞ്ച് സോഡിയം ആൻഡ് പൊട്ടാസ്യം ഫ്രം വാട്ടർ വിത്ത് മഗ്നീഷ്യം ആൻഡ് കാൽസ്യം ഫ്രം റോക്ക്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 35. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ക്ലാസിഫൈങ് ഗ്രൗണ്ട് വാട്ടർ സൂട്ടബിലിറ്റി ഫോർ ഡ്രിങ്കിങ് പർപ്പസസ്? ഏതാണ്? 35. ഇന്ത്യയിൽ ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് BIS ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ ഫ്ലൂറൈഡ്, നൈട്രേറ്റ്, TDS, pH തുടങ്ങിയവയുടെ പെർമിസിബിൾ ലിമിറ്റ് സ്റ്റാൻഡേർഡ് BIS സെറ്റ് ചെയ്യും. ഈ സ്റ്റാൻഡേർഡ്സിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു ഗ്രൗണ്ട് വാട്ടർ സാമ്പിൾ കുടിക്കാൻ യോഗ്യമാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് BIS സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. Question number 36. In the Piper diagram, the central diamond-shaped field is used to represent. Piper diagramമിൽ സെൻട്രൽ ഡയമണ്ട് ഷേപ്ഡ് ഫീൽഡ് ഉണ്ട്. അത് കാണിക്കുന്നത് കമ്പൈൻഡ് കെമിസ്ട്രി ഓഫ് കാറ്റോൺസ് ആൻഡ് ആനയോൺസ് ആണ്. ട്രയാങ്കുലർ പ്ലോട്ട്സിൽ പ്ലോട്ട് ചെയ്ത പോയിന്റുകൾ ഈ ഡയമണ്ട് ഫീൽഡ്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്തതാണ് വാട്ടറിൻ്റെ ഓവറോൾ കെമിക്കൽ നേച്ചർ മനസ്സിലാക്കുന്നത്. ഇത് NaCl വാട്ടർ ടൈപ്പ് ആണോ അതോ കാൽസ്യം ബൈകാർബണേറ്റ് വാട്ടർ ടൈപ്പ് ആണോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അത്രയൊന്നും ഇല്ലെങ്കിലും കമ്പൈൻഡ് കാറ്റോൺ അനയോൺ കെമിസ്ട്രി ആണെന്നുള്ളത് മാത്രം എന്ത് ചെയ്യുക, ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തത് അയോൺ എക്സ്ചേഞ്ച് റിയാക്ഷൻസ് ഇൻ ഗ്രൗണ്ട് വാട്ടർ കോമൺലി ഒക്കർ ഇൻ അക്വിഫേഴ്സ് കമ്പോസ്ഡ് ഓഫ്. ആൻസർ ക്ലേ മിനറൽസ്. ഗ്രൗണ്ട് വാട്ടറിൽ അയൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രധാനമായും നടക്കുന്ന ക്ലേ മിനറൽസ് ഉള്ള അക്വിഫറിലാണ് കേട്ടോ. ക്ലേക്ക് നെഗറ്റീവ് സർഫസ് ചാർജസ് ഉള്ളതുകൊണ്ട് വെള്ളത്തിലെ പോസിറ്റീവ് അയോൺസിനെ അട്രാക്ട് ചെയ്യുകയും അവ തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ക്ലേ റിച്ച് അക്വിഫേഴ്സിൽ ഈ പ്രോസസ്സ് വളരെ കോമൺ ആണ്. Question number 38. Which parameter indicates the tendency of water to precipitate or dissolve calcium carbonate? അതിന് നമ്മൾ പറയുന്ന പേര് ലാൻസ്ലിയർ സാച്ചുറേഷൻ ഇൻഡെക്സ് എന്നാണ്. LSI എന്നത് ഒരു വാട്ടർ കാൽസ്യം കാർബണേറ്റിനെ പ്രസിപ്പേറ്റ് ചെയ്യാനോ അതോ ഡിസോൾവ് ചെയ്യാനോ ഉള്ള അതിൻ്റെ ടെൻഡൻസിയാണ് സൂചിപ്പിക്കുന്നത്. LSI നെഗറ്റീവ് ആണെങ്കിൽ വാട്ടർ കൊറോസീവ് ആയിരിക്കും, LSI പോസിറ്റീവ് ആണെങ്കിൽ സ്കെയിലിംഗ് ഉണ്ടാകും. ഇത് പൈപ്പ്സിൻ്റെ മെയിൻ്റനൻസിന് വളരെ പ്രധാനമാണ്. സ്കെയിലിംഗ് എന്ന് പറയുമ്പോൾ ആ പാടുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. Which of the following is not a major cation found in groundwater analysis? ഏതാണ്? Which of the following is not a major cation found in groundwater analysis? Nitrate. ഗ്രൗണ്ട് വാട്ടറിലെ മേജർ കാറ്റോൺസ് ആണ് കാൽസ്യം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം ഇവയെല്ലാം പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആണ്. പക്ഷേ നൈട്രേറ്റ് ഒരു കാറ്റയോൺ അല്ല, അത് നെഗറ്റീവ് ചാർജുള്ള ഒരു ആനയോൺ ആണ്. അത് കണ്ട് നൈട്രേറ്റ് എന്ത് ചെയ്യത്തില്ല, ഈ ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എന്നാണ്. അപ്പോൾ നമുക്കത് നൈട്രേറ്റ് ആണ് നമ്മുടെ ആൻസർ, കാരണം നൈട്രേറ്റ് ആനയോൺ ആയതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് ദ ഒറിജിൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ബേസ്ഡ് ഓൺ സ്റ്റേബിൾ ഐസോട്ടോപ്സ്? ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഒറിജിൻ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്റ്റേബിൾ ഐസോട്ടോപ്സ് ആണ്. പ്രധാനമായിട്ട് ഓക്സിജൻ, ഡ്യൂട്ടീരിയം ആണ് കേട്ടോ, ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ, ഡ്യൂട്ടീരിയം. വിവിധ സോഴ്സിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഈ ഐസോട്ടോപ്സിൻ്റെ കോമ്പോസിഷൻ വ്യത്യാസമുണ്ടാകും. ഈ ഐസോട്ടോപ്പിക് സിഗ്നേച്ചർ ഉപയോഗിച്ച് ഒരു ഗ്രൗണ്ട് വാട്ടർ സാമ്പിളിൻ്റെ ഒറിജിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ആൻസർ എന്താണ്? ഓക്സിജനും ഡ്യൂട്ടീരിയം. അതായത് വരുന്നത് ഓപ്ഷൻ എ, 18 ഓക്സിജൻ അതുപോലെ ഡ്യൂട്ടീരിയം. Question 41. The Wilcox diagram helps in the evaluation of groundwater flow. വിൽകോക്സ് ഡയഗ്രാം ഉപയോഗിക്കുന്നത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഇറിഗേഷൻ സൂട്ടബിലിറ്റി അസസ് ചെയ്യാനാണ്.
ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഇതിൻ്റെ വാട്ടറിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും സോഡിയം പെർസെൻറ്റേജും ഒക്കെ പ്ലോട്ട് ചെയ്യും. ഇതിലൂടെ വാട്ടറിൻ്റെ സലൈനിറ്റിയും സോഡിയം ഹസാർഡും ഒക്കെ മനസ്സിലാക്കി അത് ക്രോപ്സിന് സേഫ് ആണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ വിൽകോക്സ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറിഗേഷൻ സൂറ്റബിലിറ്റി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 42. ഹൈ RSC റെസിഡുവൽ സോഡിയം കാർബണേറ്റ് ഇൻ ഇറിഗേഷൻ വാട്ടർ മേ ലീഡ് ടു എന്തിന് കാരണമാകുന്നു എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അതായത് RSC എന്ന് പറയുന്ന റെസിഡുവൽ സോഡിയം കാർബണേറ്റ് ആണ്. ഇറിഗേഷൻ വാട്ടറിൽ RSC വാല്യൂ കൂടുതലായാൽ അതിലുള്ള കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ് അയോൺ സോയിലിലെ കാൽസ്യം മഗ്നീഷ്യത്തിനെയൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കും. ഇത് കാരണം സോയിലിൽ സോഡിയം അയോൺസ് കൂടുതലായി അടിഞ്ഞുകൂടുകയും അത് ആൽക്കലൈൻ ആയി മാറുകയും ചെയ്യും. ഇത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി എന്ത് ചെയ്യും? കുറയ്ക്കുന്നു. ഹൈ RSC in irrigation water may lead to soil alkalinity. Okay. Question number 43. Which of the following ions is often used to trace contamination from specific tanks? Sodium ആണോ, ക്ലോറൈഡ് ആണോ, ബൈകാർബണേറ്റ് ആണോ, അതോ ഫ്ലൂറൈഡ് ആണോ എന്നാണ് ചോദ്യം. ആൻസർ ക്ലോറൈഡ് ആണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് അയോൺസ് ഈസ് ഓഫൺ യൂസ്ഡ് ടു ട്രേസ് കണ്ടാമിനേഷൻ ഫ്രം സെപ്റ്റിക് ടാങ്ക്സ് എന്നാണ്. സെപ്റ്റിക് ടാങ്ക്സ്. അപ്പോൾ ആൻസർ എന്താണ്? സെപ്റ്റിക് ടാങ്കിൽ നിന്നും വരുന്ന വേസ്റ്റിൽ ക്ലോറൈഡ് അയോൺസിൻ്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് ഗ്രൗണ്ട് വാട്ടർ സാമ്പിളിൽ ക്ലോറൈഡിൻ്റെ ലെവൽ സഡൻലി കൂടിയാൽ അത് അടുത്തുള്ള സെപ്റ്റിക് ടാങ്കിൽ നിന്നോ സ്യൂവേജിൽ നിന്നുള്ള കണ്ടാമിനേഷൻ്റെ ഒരു ഇൻഡിക്കേഷനാണത്. ആൻസർ ക്ലോറൈഡ്. പിന്നെ ദ മോസ്റ്റ് സൂറ്റബിൾ ഫീൽഡ് മെത്തേഡ് ഫോർ മെഷറിംഗ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്താണ്? ഗ്രൗണ്ട് വാട്ടറിൽ സലൈനിറ്റി അഥവാ അയോൺ കണ്ടന്റ് ചെക്ക് ചെയ്യാൻ ഫീൽഡിൽ ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇൻസ്ട്രുമെൻറ്റ് കണ്ടക്ടിവിറ്റി മീറ്റർ ആണ് കേട്ടോ. ഇത് വളരെ വേഗത്തിൽ ഈസി വാല്യൂ കാണിച്ചു തരും. ഇതിൽ നിന്ന് TDS അതുപോലെ ഓവറോൾ വാട്ടർ ക്വാളിറ്റിയും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ ആൻസർ കണ്ടക്ടിവിറ്റി മീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 45. എ വാട്ടർ സാമ്പിൾ വിത്ത് ഹൈ EC ആൻഡ് ഹൈ SA ആർ കൺസിഡേർഡ് ആസ് എന്തായിരിക്കും? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിനകത്ത് അത് വന്നിട്ടുണ്ടല്ലേ. ഒരു വാട്ടർ സാമ്പിൾ ഹൈ EC ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതുപോലെ ഹൈ സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ ഉണ്ടെങ്കിൽ അത് ഇറിഗേഷന് വളരെ ഹസാർഡസ് ആണ്, അപകടകരമാണ് അല്ലേ. ഹൈ EC കാരണം സലൈനിറ്റി പ്രോബ്ലവും ഹൈ SAR കാരണം സോഡിയം ഹസാർഡും ഉണ്ടാകുന്നു. ഇത് രണ്ടും സോയിൽ സ്ട്രക്ചറിനെ ഡാമേജ് ചെയ്യുകയും ക്രോപ്പ് ഈൽഡ് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹസാർഡസ് ഫോർ ഇറിഗേഷൻ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. 46. വിച്ച് കണ്ടാമിനൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ജിയോജനിക് സോഴ്സസ് ആൻഡ് കാസസ് സ്കിൻ ലെഷൻസ് ആൻഡ് ക്യാൻസർ. അപ്പം ക്യാൻസറിന് വരെയൊക്കെ കാരണമാകുന്ന കണ്ടാമിനൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ജിയോജനിക് സോഴ്സസ് ഏതാണെന്നാണ് ചോദ്യം. ആഴ്സനിക് ഒരു ജിയോജനിക് കണ്ടാമിനൻ്റ് ആണ്. ഇതിനർത്ഥം അത് സ്വാഭാവികമായി റോക്സിൽ നിന്നും ഗ്രൗണ്ട് വാട്ടറിലേക്ക് എത്തുന്നു. ഗ്രൗണ്ട് വാട്ടറിൽ അമിതമായ ആഴ്സനിക് ഉണ്ടെങ്കിൽ അത് സ്കിൻ ലെഷൻസ്, ത്വക്കിലെ പാടുകൾ, ക്യാൻസർ അതുപോലെ ഓർഗൻ ഡാമേജ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യും? കാരണമാകും. ആൻസർ ആഴ്സനിക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 47. ഗ്രൗണ്ട് വാട്ടർ ഇൻ ബസാൾട്ടിക് ടെറൈൻസിസ് ജനറലി റിച്ച് ഇൻ എന്താ അവിടെ കാണുന്നത്? ബസാൾട്ടിക് ടെറൈൻസിലുള്ള ഗ്രൗണ്ട് വാട്ടർ സാധാരണയും മെഗ്നീഷ്യവും സിലിക്കയും കൂടുതലായിരിക്കും. ബസാൾട്ട് എന്ന റോക്ക് ടൈപ്പിൽ മാഫിക് മിനറൽസ്, അതായത് അയോണും മെഗ്നീഷ്യം അടങ്ങിയ മിനറൽസ് ആണ് എന്താണ് മാഫിക് മിനറൽസ് എന്ന് പറയുന്നത്. അത് കൂടുതലാണ്. ഗ്രൗണ്ട് വാട്ടറിൽ ഈ റോക്സിലൂടെ ഒഴുകുമ്പോൾ അത് മെഗ്നീഷ്യവും സിലിക്ക പോലുള്ള എലമെൻസിനെയൊക്കെ ലീച്ച് ചെയ്തെടുക്കും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മെഗ്നീഷ്യം ആൻഡ് സിലിക്ക. ഓക്കെ, അടുത്തത് നമ്പർ 48. വിച്ച് ഐസോടോപ്പ് ഇസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഗ്രൗണ്ട് വാട്ടർ ഡേറ്റിംഗ് ടെക്നിക്സ്? ഗ്രൗണ്ട് വാട്ടർ ഡേറ്റിംഗ് ടെക്നിക്സിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏതെന്നാണ് ചോദ്യം. ഐസോടോപ്പ്. ആൻസർ ട്രിഷ്യം ആണ്. ട്രിഷ്യം എന്ന് പറയുന്നത് H3 ആണ് അല്ലേ. H3 ഐസോടോപ്പ് ഉപയോഗിച്ച് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഏജ്, റീചാർജ് പീരീഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. ഇതിൻ്റെ ഹാഫ് ലൈഫ് ഏകദേശം 12.3 വർഷമാണ്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ 50-60 വർഷത്തിനിടയിൽ റീചാർജ് ചെയ്ത് വാട്ടറിൻ്റെ ഏജ് കണ്ടുപിടിക്കാൻ വളരെ നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ട്രിഷ്യം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49. വിച്ച് പ്രോസസ് എക്സ്പ്ലെയിൻസ് ദ ഇൻക്രീസ് ഓഫ് സോഡിയം ഇൻ ഗ്രൗണ്ട് വാട്ടർ വിത്തൗട്ട് ആൻ ഇൻക്രീസ് ഇൻ ക്ലോറൈഡ്? ഗ്രൗണ്ട് വാട്ടറിൽ സോഡിയത്തിൻ്റെ അളവ് കൂടുകയും എന്നാൽ ക്ലോറൈഡിൻ്റെ അളവ് കൂടാതെ ഇരിക്കുകയും ചെയ്താൽ അതിന് കാരണം സാധാരണയായി അയോൺ എക്സ്ചേഞ്ച് റിയാക്ഷൻ ആണ്. അക്വിഫറിലെ ക്ലേ മിനറൽസിൽ ഉണ്ടായിരുന്ന സോഡിയം വാട്ടറിലുള്ള കാൽസ്യവുമായി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട് വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഏത് പ്രോസസ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സോഡിയം ഗ്രൗണ്ട് വാട്ടറിൽ ഇൻക്രീസ് ചെയ്യുന്നതും ക്ലോറൈഡ് ഇൻക്രീസ് ചെയ്യപ്പെടാതിരിക്കുന്നതും അയോൺ എക്സ്ചേഞ്ച് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഐഡിയൽ NaCl റേഷ്യോ അല്ലെങ്കിൽ NaCl റേഷ്യോ ഇൻ ഗ്രൗണ്ട് വാട്ടർ ഓഫ് മറൈൻ ഓജൻ ഇൻ മോളാർ യൂണിറ്റ്സ് എന്നാണ് ചോദ്യം. മറൈൻ ഓജനിലുള്ള ഗ്രൗണ്ട് വാട്ടറിൽ സോഡിയം ക്ലോറൈഡിൻ്റെയും ക്ലോറൈഡിൻ്റെയും തമ്മിലുള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 0.85 മോളാർ റേഷ്യോയിൽ പറയുമ്പോൾ അങ്ങനെയാണ്. 0.85 ആണ്. കാരണം കടൽ വെള്ളത്തിൽ ഈ അയോൺസിൻ്റെ കോമ്പോസിഷൻ അങ്ങനെയാണ്. ഈ റേഷ്യോയിൽ നിന്ന് വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഫ്രഷ് വാട്ടറുമായുള്ള മിക്സിങ്ങിൻ്റെയോ അല്ലെങ്കിൽ അയോൺ എക്സ്ചേഞ്ചിൻ്റെയോ സൂചനയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.